അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ പറ്റിയാണ്. ഞങ്ങൾ ഇന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോകാനിടയായി. കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം യഥാർത്ഥത്തിൽ മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ്. പെരുന്തച്ചൻ പ്ലാവുതടിയിൽ നിർമ്മിച്ച ഗണപതി വിഗ്രഹം പിന്നീട് പ്രതിഷ്ഠിച്ചതോടെയാണ് ഇവിടെ ഗണപതിക്ക് അതീവ പ്രാധാന്യം ലഭിച്ചത്. ലോകപ്രശസ്തമായ ഉണ്ണിയപ്പം വഴിപാടാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ ദേവി പാർവതിയുമാണ്. ശിവക്ഷേത്ര നിർമ്മാണത്തിനിടെ പെരുന്തച്ചൻ പ്ലാവ് തടിയിൽ കൊത്തിയെടുത്ത ഗണപതി വിഗ്രഹം പിന്നീട് ഇവിടുത്തെ കിഴക്കേക്കര ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗണപതി ശിവനേക്കാൾ പ്രസിദ്ധമാകുമെന്ന് പെരുന്തച്ചൻ പ്രവചിച്ചിരുന്നു. പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിലും ഗണപതിക്ക് അതീവ പ്രാധാന്യമുള്ള കേരളത്തിലെ 5 പ്രശസ്ത ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ബാലഗണപതിയായാണ് കൊട്ടാരക്കര ഗണപതിയെ സങ്കല്പിച്ചു പോരുന്നത്. ഇവിടുത്തെ ഉണ്ണിയപ്പം വളരെ പ്രസിദ്ധമാണ്. ഗണപതിക്ക് സമർപ്പിക്കുന്ന ഉണ്ണിയപ്പമാണ് ഇവിടെ വളരെ പ്രശസ്തമായി അറിയപ്പെടുന്നത്. കുംഭമാസത്തിലെ ശിവരാത്രി, ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥി എന്നിവ പ്രധാന ഉത്സവങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രത്തിലെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ചനായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാന്തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി. അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം പെരുന്തച്ചൻ്റെ അപേക്ഷ നിരസിച്ചു. ഇവിടെ മഹാദേവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നേക്കാൾ അറിവ് പെരുന്തച്ചൻ ഇല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. നിരാശനായ പെരുന്തച്ചൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി. അപ്പോൾ അവിടുത്തെ പുരോഹിതന് ശിവന് നിവേദിക്കാനായി കൂട്ടപ്പം ഉണ്ടാക്കുകയായിരുന്നു. പെരുന്തച്ചൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു. പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ചൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അനന്തരം പെരുന്തച്ചൻ പുരോഹിതനോട് ചോദിച്ചു, ഉണ്ണി ഗണപതി എന്തായാലും വിശന്നിരിക്കുകയാവും, എന്താണ് ഇന്ന് നിവേദ്യത്തിനുണ്ടാക്കിയിരിക്കുന്നത്? കൂട്ടപ്പം, പുരോഹിതൻ പറഞ്ഞു. ഒരു ഇലയിൽ 7 കൂട്ടപ്പങ്ങൾ കൊരുത്ത് പെരുന്തച്ചൻ ഗണപതിക്ക് നിവേദിച്ചു. സന്തുഷ്ടനായ പെരുന്തച്ചൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകും എന്ന് പറഞ്ഞു. ആ പ്രവചനം പിൽക്കാലത്ത് സത്യവുമായി. ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തം. പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ചൻ പോയി. ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതന് ഗണപതി ഇപ്പോഴും വിശന്നിരിക്കുകയാണ് എന്ന് തോന്നി. ശിവന് നിവേദിച്ച അവലും മറ്റും ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അമ്പലത്തിനുള്ളിൽ ഭക്ഷണപദാർത്ഥങ്ങൾ ഓരോന്നായി അദ്ദേഹം ഗണപതിക്ക് നിവേദിച്ചു. എന്ത് നൽകിയിട്ടും ഗണപതി സംതൃപ്തനാകുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ വലഞ്ഞു. ഗത്യന്തരമില്ലാതെ അദ്ദേഹം ഗണപതിക്ക് മുന്നിലിരുന്ന് തന്നെ അരിപ്പൊടിയും കദളിയും ശർക്കരയും ചേർത്ത് ചെറിയ കൂട്ടപ്പങ്ങൾ, ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി. അപ്പോൾ വിശപ്പ് നിൽക്കുകയും ചെയ്തു. ഇപ്പോഴും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ പ്രധാന നിവേദ്യമാണ് ഉണ്ണിയപ്പം. മുഖ്യ വഴിപാടുകൾ: ഉദയാസ്തമന പൂജ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നാളികേരം ഉടയ്ക്കൽ, പുഷ്പാഞ്ജലി, പുഷ്പാർച്ചന, തുലാഭാരം, തിരുമധുരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കലെങ്കിലും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വന്ന് തൊഴുവാനും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ആവോളം കിട്ടാനും പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.